ഇത് കണ്ടല്ലോ, മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സുണ്ട് എന്നുള്ളതാണ്. അപ്പം മകളുടെ വയസ്സ് എന്നുള്ളത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ 5 മടങ്ങാണല്ലോ സുനിതന്റെ വയസ്സ്. അപ്പൊ ഇപ്പോൾ മകളുടെ വയസ്സ് മകളുടെ വയസ്സ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. അപ്പൊ സുനിതയുടെ വയസ്സ് എന്ന് പറയുന്നത് 5 മടങ്ങാണ് ഇപ്പോൾ. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ ഇനി എന്താണ്? 2 വർഷം കഴിഞ്ഞാൽ എന്താകും? ഇത് x+2 ആവും, 5x+2 ആവും അല്ലെ? അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ എന്താണ്? 2 വർഷം കഴിഞ്ഞാൽ രണ്ട് കൈയുടെയും വയസ്സുകളുടെ തുക 40 ആകുന്നതാണ്. അപ്പം x+2 2 വർഷം കഴിഞ്ഞത് കൊണ്ടാണ് +2 ഇടുന്നത്. 5x+2 ഈക്വൽ ടു എത്രയാണ്? പ്ലസ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ പ്ലസ് ഉണ്ട്. x+2 പ്ലസ് 5x+2 എന്നുള്ളത് എന്താണ്? ഈക്വൽ ടു 40 ആകും. അപ്പൊ എക്സ്, അതായത് സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ്, അതായത് ഈ ഒരു പോർഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അതിനെ എക്സ് ആദ്യം കാണാം. ഈ ഒരു സംഭവം സോൾവ് ചെയ്യുക, എക്സ് കിട്ടും. 5x+x എന്ന് പറയുന്നത് 6x പ്ലസ് 4 ഈക്വൽ ടു 40. 6x ഈക്വൽ ടു 36 അല്ലെ? 14 4 മൈനസ് 36. എക്സ് ഈക്വൽ ടു 36/6 എന്ന് പറയുന്നത് 6. 6 വയസ്സാണ് ആർക്കുള്ളത്? സുനിതന്റെ മകൾക്കുള്ളത്. അപ്പോൾ സുനിതന്റെ വയസ്സ് എന്തായിരിക്കും? സുനിതന്റെ വയസ്സ് എന്ന് പറയുന്നത് 5 ഇൻറ്റു എക്സ്, അതായത് ഇപ്പം മകളുടെ വയസ്സ് എത്രയാണ് കിട്ടിയത്? ഇപ്പം മകളുടെ വയസ്സ് 6 ആണ്. അപ്പോൾ 5 6 30 ആയിരിക്കും ആൻസർ. സുനിതന്റെ വയസ്സ് 30 ആണ്.